അപ്പം ഇതുവരെ നമ്മൾ നോക്കിയത് ഡാറ്റ ടൈപ്പും കാര്യങ്ങളെല്ലാം നോക്കി. ബേസിക്കായിട്ടുള്ള കുറച്ച് ഡാറ്റ ടൈപ്പും കാര്യങ്ങളെല്ലാം നോക്കി. പിന്നെ ഫംഗ്ഷനെല്ലാം നോക്കി. ഇനി നമുക്ക് വേറൊരു ഒരു സിനാരിയോ ഞാൻ പറയാം. എനിക്കൊരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻഫർമേഷൻ അപ്കോഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിന് എന്തൊക്കെ ഇൻഫർമേഷൻ ഉണ്ടാവും? നെയിം ഉണ്ടാവും, പ്ലേസ് ഉണ്ടാവും, ജോയിനിങ് ഡേറ്റ് ഉണ്ടാവും, അങ്ങനെ ഡിഫറെൻറ്റ് ഡാറ്റകൾ ഉണ്ടാവും അല്ലേ? അതേപോലെ എനിക്കൊരു 10 സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് എനിക്ക് ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിലോ എനിക്ക് ഓരോരോ സ്റ്റുഡൻറ്റിനും അറ്റ്ലീസ്റ്റ് ഒരു നെയിമും അഡ്രസ്സും ഫോൺ നമ്പറും ജോയിനിങ് ഡേറ്റും കോഴ്സും ഇങ്ങനെയാണ് 5 ഡീറ്റെയിൽസാണ് ഒരു സ്റ്റുഡൻറ്റിന് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു 10 സ്റ്റുഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഓരോ സ്റ്റുഡൻറ്റിനും വേണ്ടി 5 എണ്ണം. അപ്പോൾ 10 സ്റ്റുഡൻറ്റിനാകുമ്പോൾ 50 വേരിയബിൾസ് ഞാൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സ്റ്റുഡൻറ്റ് 1 ഇങ്ങനെ സ്റ്റുഡൻറ്റ് 1 ഞാൻ തൽക്കാലം S1 എന്ന് വിളിക്കുകയാണ്. സ്റ്റുഡൻറ്റ് 1 നെയിം ഈക്വൽ ടു അരുൺ, ഇങ്ങനെ പിന്നെ സ്റ്റുഡൻറ്റ് 1 അഡ്രസ്സ്, സ്റ്റുഡൻറ്റ് 1 ഫോൺ നമ്പർ, ഇങ്ങനെ ഞാൻ കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് മാനേജ് ചെയ്യാന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ജാവാസ്ക്രിപ്റ്റിലുള്ള ഒരു ഓപ്ഷനാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? വാർ S1 എന്ന് പറയുന്നത് പിന്നെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഈ ഒബ്ജക്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുമ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഇതിനുള്ളിൽ നെയിം അരുൺ, അഡ്രസ് ഇപ്പം കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കോഴിക്കോട്, ഫോൺ നമ്പർ, മൊബൈൽ നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു മൊബൈൽ നമ്പർ കൊടുത്തു. പിന്നെ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ Node.js ആണോ അല്ലെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്ക് എൻഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റും. അപ്പം അതേപോലെ ജോയിനിങ് ഡേറ്റ് ഉണ്ട്. ഞാനൊരു 12/12/2022. ഓക്കെ, ഇങ്ങനെ ഞാനൊരു ഡീറ്റെയിൽസ്. ഇത് ശരിക്കും അപ്പോൾ ഈ S1 എന്നുള്ളതിൻ്റെ അണ്ടറിലാണ് ഈ മുഴുവൻ ഡീറ്റെയിൽസും ക്യാപ്ചർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇങ്ങനെ ഈ ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഇതേപോലെ ഈ ഒരു കേളി ബ്രേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് ആ ഒബ്ജക്റ്റിനെ ഫിനിഷ് ചെയ്യുന്നത് കേളി ബ്രേസ് വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സിംഗിൾ വേരിയബിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. എനിക്ക് നമ്മുടെ കൺസോളിലോട്ട് ലോഗ് ഓഫ് എന്ന് പറഞ്ഞിട്ട് S1 ഡോട്ട് എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിളിക്കാൻ പറ്റും. അപ്പോൾ എനിക്കിവിടെ നെയിമും മൊബൈലും ജോയിനിങ് ഡേറ്റും കോഴ്സും അഡ്രസ്സെല്ലാം എനിക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം S1 എന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിലുള്ള പ്രോപ്പർട്ടീസാണ്. ഈ S1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസാണ് ഇതെല്ലാം. ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ഡീറ്റെയിൽസ് മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഈസിയാണ്. ഇനിയിപ്പോൾ എനിക്കൊരു S2 എന്ന് പറയുന്ന വേറെ സ്റ്റുഡൻറ്റിനാണ് മാനേജ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിലോ എനിക്ക് ഇതേപോലത്തെ ഒരു വേരിയബിൾ ഞാൻ ഇതിനെ കോപ്പി പേസ്റ്റ് ചെയ്ത് സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാനിവിടെ S2 എന്ന് പറയുന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. നെയിം എന്ന് പറയുന്നത് ജാഫർ, മലപ്പുറം, ഫോൺ നമ്പർ കൊടുത്തു. ഫ്രണ്ട് എൻഡ് ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ്, ഞാൻ ഫെബ്രുവരി 2-നാണ് ജോയിൻ ചെയ്തെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇതേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഈ S1 S2 എന്നെല്ലാം പറയുന്നത് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിനുള്ളിൽ നമുക്ക് എത്ര പ്രോപ്പർട്ടീസ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും, എന്ത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ പെയ്ഡ് ഫീസ് എന്ന് പറയുന്നത് ട്രൂ എന്നത് കൊടുത്തു. ഓക്കെ, ഈ ഒരു സ്റ്റുഡൻറ്റിന് ഞാൻ പെയ്ഡ് ഫീസ് എന്നുള്ളത് ഞാൻ ഫാൾസ് എന്നുള്ളത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ ഡാറ്റ ടൈപ്പും നമുക്ക് ഇതിനുള്ളിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. അതിനെ ഒരു കേളി ബ്രേസ് വെച്ചാണ് നമ്മളതിനെ റാപ്പ് ചെയ്യും, പൊതിയും. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടീസ് എല്ലാം കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ S1 ഡോട്ട് എന്ന് പറഞ്ഞിട്ട് ഏത് പ്രോപ്പർട്ടിനെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് അതേപോലെ ഈ കൺസോളിലോട്ട് ലോഗ് എന്നുള്ളത് കൊടുത്തിട്ട് കംപ്ലീറ്റ് S1 എന്നുള്ളതും കൊടുക്കാൻ പറ്റും. ഇങ്ങനെ ഞാൻ S1 എന്നുള്ളത് ഒന്നായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അതിന് മൊത്തത്തിൽ പ്രിൻ്റ് ചെയ്യും.
ഇപ്പോൾ ഇവിടെ S1.address എന്ന് മാത്രം കൊടുക്കുമ്പോൾ കോഴിക്കോട് എന്നുള്ളത് മാത്രം പ്രിൻ്റ് ചെയ്തു. S1 എന്നുള്ളത് console.log കൊടുത്ത സമയത്ത് ആ ഒബ്ജക്റ്റ് മൊത്തത്തിൽ പ്രിൻ്റ് ചെയ്തു. ഓക്കെ, മുഴുവൻ ഒബ്ജക്റ്റും പ്രിൻ്റ് ചെയ്തു. ഇത് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ജാവാസ്ക്രിപ്റ്റിന് ഞാൻ ഇവിടെ നിന്ന് ഇതിൻ്റെ ടൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ടൈപ്പ് ഓഫ് എന്ന് പറഞ്ഞിട്ട് S1ൻ്റെ ഡാറ്റ ടൈപ്പ് ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ കാണാൻ പറ്റും ഒബ്ജക്റ്റ് എന്ന് പറയുന്നതാണ് എൻ്റെ ഡാറ്റ ടൈപ്പ്. ഓക്കെ, അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൽ നമുക്ക് നമ്പർ ഉണ്ട്, സ്ട്രിങ് ഉണ്ട്, ബൂളിയൻ ഉണ്ട്, ഫംഗ്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റ് ഉണ്ട്. ഇതാണ് ശരിക്കും പ്രൈമറി ആയിട്ട് വരുന്ന ഡാറ്റ ടൈപ്പുകളുള്ളത്. ഓക്കെ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒബ്ജക്റ്റ് ആണ്. ഡേറ്റിന് വേണ്ടി നമ്മൾ ന്യൂ ഡേറ്റ് എന്നുള്ളതെല്ലാം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് ശരിക്കും സിസ്റ്റം അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് ഒബ്ജക്റ്റ് ആയിട്ടാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ, എനിക്ക് ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ജസ്റ്റ് നെയിം മാത്രം കൊടുത്താൽ പോരാ. അവൻ്റെ അഡ്രസ്സും സിറ്റിയും സ്റ്റേറ്റും പിൻകോഡെല്ലാം ക്യാപ്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ അഡ്രസ്സിനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇത് നമുക്കറിയാം, നമുക്കൊരു ഒബ്ജക്റ്റിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു കേളി ബ്രേസ് വെച്ച് സ്റ്റാർട്ട് ചെയ്ത് എൻഡ് ചെയ്യുന്നത് രീതിയിലാണ്. എനിക്കിനി അതേപോലെ ഈ അഡ്രസ്സിനെ പിടിച്ച് വേണമെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അതിനെ ഒബ്ജക്റ്റ് ആക്കണമെങ്കിൽ വീണ്ടും നമ്മൾ കേളി ബ്രേസ് വെച്ച് ഓപ്പൺ ചെയ്ത് കേളി ബ്രേസ് വെച്ച് തന്നെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒരു സ്ട്രീറ്റ് ഞാൻ സം സ്ട്രീറ്റ്. ഇനി പോസ്റ്റൽ എന്നുള്ളത് പോസ്റ്റൽ കോഡ് കൊടുക്കുന്നു. പിന്നെ സിറ്റി കൊടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതേപോലെ നമുക്ക് സിറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒബ്ജക്റ്റിനോട് നമ്മൾ ഓരോരോ വാല്യൂവിന് ഓരോരോ പ്രോപ്പർട്ടിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നത് കോമ വെച്ചിട്ടാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഈ ഓരോരോ പ്രോപ്പർട്ടിക്കും ശരിക്കും ഒരു നെയിമും ഉണ്ടാവും, അതിനൊരു വാല്യൂ ഉണ്ടാവും, ഒരു കീ ഉണ്ടാവും, ഒരു വാല്യൂ ഉണ്ടാവും. ഇവിടെ മൊബൈൽ എന്നുള്ളതാണ് ഇതിൻ്റെ കീ അല്ലെങ്കിൽ പ്രോപ്പർട്ടി നെയിം എന്ന് പറയുന്നത്. ഈ കൊടുത്തതാണ് ഇതിൻ്റെ വാല്യൂ. ഇവിടെ കോഴ്സ് എന്നുള്ളതാണ് കീ, ഇതാണ് ഇതിൻ്റെ വാല്യൂ. ഇവിടെ അഡ്രസ്സ് ഉള്ളതാണ് കീ, ഈ കംപ്ലീറ്റ് ഒബ്ജക്റ്റ് ആണ് അതിൻ്റെ വാല്യൂ. ഈ അഡ്രസ്സിൻ്റെ ഉള്ളിലുള്ള സ്ട്രീറ്റ് എന്ന് പറയുന്ന കീൻ്റെ വാല്യൂ ആണ് SM സ്ട്രീറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ S1 എന്ന് പറയുന്നത് സ്റ്റിൽ ഒബ്ജക്റ്റ് ആണ്. ഈ ഒബ്ജക്റ്റിനുള്ളിൽ അഡ്രസ്സ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയും ഒരു ഒബ്ജക്റ്റ് ആണ്. ഇങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഞാൻ S1 ഡോട്ട് അഡ്രസ്സ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് കാണുന്നത് എന്താണ്, S1 ഡോട്ട് അഡ്രസ്സാണ് ഈ കാണുന്നത്, സ്ട്രീറ്റ്, SM സ്ട്രീറ്റ്, പോസ്റ്റൽ. ഇങ്ങനെ എനിക്ക് വിളിക്കാൻ പറ്റും. S1 ഡോട്ട് അഡ്രസ്സ് ഡോട്ട് സിറ്റി എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്താ ചെയ്യും, ഈ സിറ്റി മാത്രം എനിക്ക് കിട്ടും. ഓക്കെ, മാവൂർ എന്നുള്ളത് എനിക്ക് മാത്രം കിട്ടി. അപ്പം ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് ജാവാസ്ക്രിപ്റ്റിനെ സംബന്ധിച്ച് ഇത് ഒബ്ജക്റ്റ് ആണ്. ഇപ്പോൾ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പ് ഉണ്ട്. വളരെ കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡാറ്റ ടൈപ്പാണ് ഒബ്ജക്റ്റ്. സ്റ്റാർട്ട് ചെയ്യൽ കേളി ബ്രേസ് വെച്ചിട്ടാണ്. അതിനുള്ളിൽ ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ടാവും. ഓരോരോ പ്രോപ്പർട്ടിക്കും ഒരു കീ ഉണ്ടാവും, അതിനൊരു വാല്യൂ ഉണ്ടാവും. പിന്നെ ഒബ്ജക്റ്റിനുള്ളിൽ വീണ്ടും നമുക്ക് ഇതേപോലെ അഡ്രസ്സ് എന്നുള്ള രീതിയിൽ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ അണ്ടറിൽ ഇനിയും ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,